നമ്മുടെ SCRT സീരീസ് ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ആവുകയാണ്. നമ്മുടെ അപ്കമിങ് ആയിട്ടുള്ള VFA, LDC, പിന്നെ 10th മെയിൻസ് ഇങ്ങനെയുള്ള എക്സാംസിന് വേണ്ടിയിട്ടുള്ള SCRTയുടെ സീരീസാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഞാനിവിടെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു 2-3 റാങ്ക് ഫയലൊക്കെ നോക്കിയിട്ടാണ്. നമ്മുടെ SCRT PDF, പിന്നെ അതുപോലെ തന്നെ പള്ളിക്കൂടം, പിന്നെ എൻ്റെ കയ്യിലിരുന്നൊരു റാങ്ക് ഫയൽ, ഇതെല്ലാം ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ കുറച്ച് നോട്ട് മെറ്റീരിയൽസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതെല്ലാം ഞാൻ ഇതിന് വേണ്ടിയിട്ട് റെഫർ ചെയ്തിട്ടുണ്ട്. യൂറോപ്യന്മാരുടെ ആഗമനത്തെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, യൂറോപ്യന്മാർ നമ്മുടെ ഇന്ത്യയിലോട്ട് വന്നത് കച്ചവട ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ പതിയെ പതിയെ അവർ നമ്മുടെ രാഷ്ട്രീയ ആധിപത്യം കൈയടക്കി. അങ്ങനെ ഇതിനെതിരെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലെ ജനവിഭാഗങ്ങൾ ഒരുപാട് ചെറുത്തുനിൽപ്പുകളും മുന്നേറ്റങ്ങളും നടത്തിയായിരുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് വ്യാപാരം നടത്തുന്നതിനായി ഇംഗ്ലണ്ടിൽ സ്ഥാപിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിൽക്കാലത്ത് ഇന്ത്യ അടക്കി ഭരിച്ചു. യൂറോപ്യന്മാരുടെ ആഗമനത്തെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, അവർ ഇന്ത്യയിലോട്ട് വന്നത് കച്ചവടത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. പിന്നീട് അവർ ഇന്ത്യയിലെ രാഷ്ട്രീയ ആധിപത്യം നേടിയെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇതിനെതിരെ ഇന്ത്യയിലെ ഒരുപാട് ജനവിഭാഗങ്ങൾ ഇതിനെതിരെ ഒരുപാട് ചെറുത്തുനിൽപ്പുകൾ, മുന്നേറ്റങ്ങൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളിൽ വ്യാപാരം നടത്തുന്നതിന് വേണ്ടി ബ്രിട്ടീഷിൽ അഥവാ ഇംഗ്ലണ്ടിൽ ഒരു കമ്പനി സ്ഥാപിച്ചു. അതാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് നമ്മുടെ ഇന്ത്യയിലെ അതുപോലുള്ള കിഴക്ക് ഭാഗത്തുള്ള രാജ്യങ്ങളിലെയും വ്യാപാരം നിയന്ത്രിച്ചിരുന്നത്. പക്ഷെ പിന്നീട് ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ പറയുന്ന രാജ്യങ്ങളുടെ രാഷ്ട്രീയ കാര്യത്തിൽ ഇടപെട്ട് ഇന്ത്യയുടെ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ ആധിപത്യം നേടിയെടുക്കുകയാണ് ചെയ്തത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ വ്യാപാര പരിശ്രമങ്ങളുടെ വിവരണമാണ് ജെയിംസ് ഫുൾച്ചറിൻ്റെ ക്യാപിറ്റലിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ. ജെയിംസ് ഫുൾച്ചറിൻ്റെയാണ് ക്യാപിറ്റലിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ. ഇത് നമ്മുടെ SCRT ടെക്സ്റ്റിൽ അതുപോലെയുള്ള ഫാക്റ്റാണ്. ജെയിംസ് ഫുൾച്ചറിൻ്റെ ക്യാപിറ്റലിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ. ഇതിൽ എന്താണ് പറയുന്നത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ വ്യാപാര പരിശ്രമങ്ങളുടെ വിവരണം, അവരുടെ ആദ്യത്തെ അങ്ങനെ ട്രേഡിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുടെ വിവരണത്തെ പറ്റി പറയുന്നതാണ് ക്യാപിറ്റലിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ. ജെയിംസ് ഫുൾച്ചറാണ് അതിൻ്റെ രചയിതാവ്. പ്രാചീന കാലം മുതലേ യൂറോപ്യർക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വ്യാപാര ബന്ധമുണ്ടായിരുന്നു. അതിൽ ഏഷ്യയും ഉൾപ്പെട്ടിരുന്നു. ഒരു 15-ാം നൂറ്റാണ്ടിൻ്റെ ലാസ്റ്റോടെ ഈ യൂറോപ്പിൽ നിന്നും കിഴക്ക് ഭാഗത്തോട്ടുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു. അങ്ങനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കുറച്ച് ഫാക്ടർ ഉണ്ടായിരുന്നു. കാര്യം, ആ സമയത്ത് യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി, അതുപോലെ ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച, അതുപോലെ ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ് ആ സമയത്ത് അവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി. അതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. എപ്പോഴാണ്? 1453. ഈ ഇയർ ഓർക്കണം, 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. ഇനി എന്താണ് കോൺസ്റ്റാന്റിനോപ്പിൾ? കോൺസ്റ്റാന്റിനോപ്പിൾ യൂറോപ്പിനെയും ഏഷ്യയും തമ്മിൽ ബന്ധിക്കുന്ന കരഭാഗമാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് യൂറോപ്പിനെയും ഏഷ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതായിരുന്നു. അതാണ് 1453 തുർക്കികൾ പിടിച്ചെടുത്തത്. അങ്ങനെ സമുദ്രമാർഗം ഇന്ത്യയിൽ വന്നു ചേർന്ന ആദ്യത്തെ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. സമുദ്രമാർഗം അഥവാ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ഫസ്റ്റ് യൂറോപ്യരാണ് പോർച്ചുഗീസുകാർ. പക്ഷേ ഇന്ത്യയിൽ വന്ന ഫസ്റ്റ് വിദേശികൾ അറബികളാണെങ്കിലും ഫസ്റ്റ് യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. തിരിഞ്ഞു പോയത് ഫസ്റ്റ് വിദേശികൾ അറബികളും ഫസ്റ്റ് യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരുമാണ്. അങ്ങനെ പോർച്ചുഗീസുകാരിൽ തന്നെ ആദ്യമേ എത്തിയത് വാസ്കോഡ ഗാമയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നത്. വാസ്കോഡ ഗാമയാണ് ഇന്ത്യയിലായിട്ട് ആദ്യമായി വന്നത്. വാസ്കോഡ ഗാമയുടെ കൂടെ വാസ്കോഡ ഗാമയെ അനുഗമിച്ച് 3 കപ്പലുകൾ ഉണ്ടായിരുന്നു. 3 കപ്പലുകൾ ഏതൊക്കെയാണ്? 3 കപ്പലുകൾ: സെന്റ് ഗബ്രിയേൽ, സെന്റ് റാഫേൽ, സെന്റ് ബെറിയോ. സെന്റ് ഗബ്രിയേൽ, സെന്റ് റാഫേൽ, സെന്റ് ബെറിയോ. ഇവരുടെ യാത്ര ആരംഭിച്ചത് ലിസ്ബണിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. 1497 ജൂലൈ 8-നാണ് അവർ യാത്ര ആരംഭിച്ചത്. 1498 മെയ് 20-ന് അവർ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് എത്തി. 1497 ജൂലൈ 8-ന് പുറപ്പെട്ടു. പിറ്റേ വർഷം 1498-നാണ് അവർ കോഴിക്കോട് കാപ്പാട് വന്ന് ഇറങ്ങുന്നത്. അവർ പാസ് ചെയ്ത് വന്ന സമുദ്രങ്ങളും വൻകരകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവർ അറ്റ്ലാന്റിക് സമുദ്രത്തെയും ഇന്ത്യൻ സമുദ്രത്തെയും അവർ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ എന്നീ 3 വൻകരകൾ സഞ്ചരിച്ചിട്ടാണ് അവർ ഇന്ത്യയിലെത്തിയത്. അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ സമുദ്രം, യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ എന്നിവയൊക്കെ താണ്ടിയിട്ടാണ് അവർ ഇന്ത്യയിൽ വന്നെത്തിയത്. ആ സമയത്ത് നമ്മുടെ കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജവംശമായിരുന്നു. സാമൂതിരി എന്ന രാജവംശമായിരുന്നു കോഴിക്കോട് ഭരിച്ചിരുന്നത്. കോഴിക്കോട് വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് അറബികളുമായിരുന്നു. കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരിമാരാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവിടുത്തെ വ്യാപാരങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത് അറബികളായിരുന്നു. അറബികളെ പുറത്താക്കി വ്യാപാരാനുമതി തങ്ങൾക്ക് നൽകണമെന്ന ഗാമയുടെ ആവശ്യം സാമൂതിരി അംഗീകരിച്ചില്ല. ആ സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് ആരാ? സാമൂതിരിമാർ. അവിടെ വ്യാപാരം ചെയ്തുകൊണ്ടിരുന്നത് ആരാ? അറബികൾ. അപ്പം പോർച്ചുഗീസുകാർ വന്നിട്ട് പറയാണ്, അറബികളെ എടുത്ത് മാറ്റിയിട്ട് ഇനി അവിടുത്തെ വ്യാപാരം ഫുൾ ഞങ്ങൾക്ക് തരണമെന്ന് പോർച്ചുഗീസുകാർ പറഞ്ഞു. പക്ഷേ സാമൂതിരിയോ അത് അംഗീകരിച്ചില്ല. അങ്ങനെ ഗാമ തിരിച്ചുപോയി. പക്ഷേ എന്ത് സംഭവിച്ചു? ഗാമയുടെ മടക്കയാത്രയിൽ കണ്ണൂരിലേക്ക് കോലോത്തിരിയിൽ നിന്നും വ്യാപാരാനുമതി നേടി. എന്നുവെച്ചാൽ ഗാമയ്ക്ക് അംഗീകാരം കൊടുത്തില്ല സാമൂതിരി. അങ്ങനെ ഗാമ പോകുന്ന വഴിക്ക് പകുതിക്ക് വെച്ച് ഗാമയ്ക്ക് കണ്ണൂരിൽ നിന്നുള്ള കോലോത്തിരിയുടെ ക്ഷണം കിട്ടി. അങ്ങനെ അത് സ്വീകരിച്ച് ഗാമ കണ്ണൂരിലെ കോലോത്തിരിയെ പോയി കണ്ടു. കോലോത്തിരി ഗാമയ്ക്ക് വ്യാപാരാനുമതി കൊടുത്തു.
കുരുമുളക് ഉൾപ്പെടെ ശേഖരിച്ച് തിരിച്ചു പോർച്ചുഗീസിലേക്ക് പോയി. ആര്? ഗാമ പോയി. അവിടുന്ന് എവിടുന്നാണ്? കണ്ണൂരിന്ന് കുരുമുളക് ഉൾപ്പെടെ ശേഖരിച്ച് തിരിച്ചു പോർച്ചുഗീസിലേക്ക് പോയി. അങ്ങനെ തൻ്റെ യാത്രയ്ക്ക് ചിലവായ തുകയുടെ 60 ഇരട്ടി ലാഭം നേടി. പുള്ളി എത്ര രൂപ മുടക്കിയാണോ ഇങ്ങോട്ട് വന്നത് അതിൻ്റെ 60 ഇരട്ടി ലാഭം നേടിയിട്ടാണ് തിരിച്ചു പോയത്. സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക നൽകാത്തത് മൂലം ഇവർക്കിടയിൽ സംഘർഷങ്ങൾ ഉടലെടുത്തു. അപ്പോൾ എന്താ സംഭവിച്ചത്? ആദ്യമേ ചെന്ന് സാമൂതിരിയോടായിരുന്നല്ലോ ചോദിച്ചത് വ്യാപാരാനുമതി, പക്ഷെ കൊടുത്തില്ല. അങ്ങനെ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പോർച്ചുഗീസുകാരുടെയും സാമൂതിരിമാരുടെയും ഇടയിൽ ഒരു സംഘർഷം ഉടലെടുക്കുകയാണ് ചെയ്തത്. പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പുണ്ടായത് സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്ന കുഞ്ഞാലി മരക്കാർമാരിൽ നിന്നായിരുന്നു. ആരിൽ നിന്നായിരുന്നു? കുഞ്ഞാലി മരക്കാർമാർ. അതാരാണ്? നമ്മുടെ സാമൂതിരിയുടെ നാവിക തലവന്മാരാണ് കുഞ്ഞാലി മരക്കാർ. ഓക്കെ, അപ്പോൾ കുഞ്ഞാലി മരക്കാർമാരെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇത് കുഞ്ഞാലി മരക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്ഥാനപ്പേരാണ് കുഞ്ഞാലി മരക്കാർ. ആ സ്ഥാനപ്പേരിൽ 4 പേരുണ്ട്. 4 പേര്: കുട്ടി അഹമ്മദ് അലി, കുട്ടി പോക്കരലി, പട്ടുമരക്കാർ, മുഹമ്മദ് അലി മരക്കാർ. കുട്ടി അഹമ്മദ് അലി, കുട്ടി പോക്കരലി, പട്ടുമരക്കാർ, മുഹമ്മദ് അലി മരക്കാർ. അങ്ങനെ പോർച്ചുഗീസുകാരിൽ നിന്നും ചാലിയംകോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനാണ്. നമ്മളിത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് നോക്കുന്നത്. ഓക്കെ, അപ്പം പോർച്ചുഗീസുകാരിൽ നിന്ന് ചാലിയംകോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമന്മാരായിരുന്നു. അപ്പം ഈ സാമൂതിരിയുടെ പഴയ പേടിച്ച് പോർച്ചുഗീസുകാർ പണിത കോട്ടയാണ് ചാലിയംകോട്ട. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നാണ് ചാലിയംകോട്ട അറിയപ്പെടുന്നത്. ഈ ചാലിയംകോട്ടയെ പോർച്ചുഗീസുകാരിൽ നിന്നും പിടിച്ചെടുത്തത് ആരാണ്? കുഞ്ഞാലി മൂന്നാമൻ്റെ പേരെന്താണ്? പട്ടുമരക്കാർ. ഓക്കെ, അങ്ങനെ കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചു. എത്രാമത്തെ കുഞ്ഞാലിയെയാണ് ഗോവയിൽ വെച്ച് വധിച്ചത്? 4-ാമനെയാണ് വധിച്ചത്. കുഞ്ഞാലിയുടെ പതനത്തോടെ സാമൂതിരിയുടെ പതനവും ആരംഭിച്ചു. അങ്ങനെ കുഞ്ഞാലിയുടെ പതനത്തോടെ എന്ത് പറ്റി? സാമൂതിരിയുടെ പതനവും ആരംഭിച്ചു. പോർച്ചുഗീസുകാരുടെ വരവ് ഇന്ത്യയിൽ സൃഷ്ടിച്ച ഫലങ്ങളാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. ഫലങ്ങളാണ്. ഓക്കെ, അപ്പം പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് വാക്കുകളുണ്ട്. അലമാര, പേന, കസേര, ജനൽ, മേശ, ചാക്ക്, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമുക്ക് പോർച്ചുഗീസുകാർ തന്ന സംഭാവനയാണ്. അതുപോലെ പറങ്കിമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ എന്നിവ പരിചയപ്പെടുത്തി. അപ്പം പോർച്ചുഗീസുകാരുടെ ഫസ്റ്റ് ലെറ്റർ പായാണ്. ഈ പറങ്കിമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫസ്റ്റ് ലെറ്റർ പായാണ്. അപ്പം വെച്ചുള്ള സാധനങ്ങളെല്ലാം പരിചയപ്പെടുത്തിയത് വെച്ച് തുടങ്ങുന്ന പോർച്ചുഗീസുകാരാണ്. പറങ്കിമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ ഇതെല്ലാം പരിചയപ്പെടുത്തി. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ് മാനുവൽ കോട്ട. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ട എവിടെയാണ്? അത് നമ്മുടെ കൊച്ചിയിലാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ് മാനുവൽ കോട്ട. അത് കൊച്ചിയിലാണ്. കൊച്ചി, ദാമൻ, ദിയു, ഗോവ എന്നിവ ഇവരുടെ കീഴിലായി. അപ്പോൾ പോർച്ചുഗീസുകാരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളായിരുന്നു കൊച്ചി, ദാമൻ, ദിയു, ഗോവ. ഓക്കെ, പിന്നെ അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. ഇത് ലാസ്റ്റ് ഒരു എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചത് ആരാണ്? അത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരുടെ സംഭാവനയിൽപ്പെട്ടതാണ് അച്ചടി വിദ്യ. ഓക്കെ, പിന്നെ കെട്ടിട നിർമ്മാണം. അവരുടെ പോർച്ചുഗീസ് ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണമാണ് ഗോതിക് ശൈലി. ഓക്കെ, ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. പോർച്ചുഗീസുകാരെന്താക്കി? ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ തുടങ്ങി വെച്ചു. ചവിട്ടുനാടകം, മാർഗംകളി എന്നിവ പ്രചരിപ്പിച്ചു. ചവിട്ടുനാടകവും മാർഗംകളിയും ആരുടെ സംഭാവനയാണ്? നമ്മുടെ പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ്. ഓക്കെ, ഇനി അടുത്താണ് ഡച്ചിനെ പറ്റി പറയാം. പോർച്ചുഗീസുകാർക്ക് ശേഷം ഇന്ത്യയിലോട്ട് വന്നതാണ് ഈ ഡച്ചുകാരെന്ന് പറയുന്നത്. ഡച്ചുകാർ ഹോളണ്ടിൽ നിന്ന് അഥവാ നെതർലാൻഡിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് ഡച്ചുകാരെന്ന് പറയുന്നത്. ഇവരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. SCRT ഫാക്റ്റ് ആണ്. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയാണ് ഇവരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കച്ചവടാധിപത്യത്തിനായുള്ള മത്സരത്തിൽ പരാജയപ്പെടുത്തി. ഓക്കെ, അപ്പോൾ പോർച്ചുഗീസുകാർക്ക് ശേഷം വന്നവരാണ് ഡച്ചുകാർ. ഡച്ചുകാർ എന്ത് ചെയ്തു? ആദ്യമേ ഉണ്ടായിരുന്ന പോർച്ചുഗീസുകാരെ കച്ചവടത്തിന്റെ കാര്യത്തിൽ പോർച്ചുഗീസുകാരെ അങ്ങ് പരാജയപ്പെടുത്തി. അങ്ങനെ കുളച്ചൽ യുദ്ധം 1741 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഡച്ചിനാണ് പരാജയം സംഭവിച്ചത്. ഡച്ചുകാർ അവിടെ തോക്കുകയാണ് കുളച്ചൽ യുദ്ധത്തിൽ. ഒരു യൂറോപ്യൻ ശക്തി ആദ്യമായി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട സംഭവമാണ് നമ്മുടെ ഈ കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡച്ചുകാരുടെ സംഭാവനയാണ്. 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് തയ്യാറാക്കിയ ഡച്ച് ഗവർണറാണ് വാൻ റീഡ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത് ഒരു ബുക്കല്ലേ, അപ്പോൾ നമ്മളത് എന്തിനാണ് റീഡ് ചെയ്യാനല്ലേ ഉപയോഗിക്കുന്നത്? വാൻ റീഡ്, ഡച്ച് ഗവർണറാണ് വാൻ റീഡ്. അത് നേതൃത്വം നൽകാൻ നിന്ന ഡച്ച് ഗവർണറാണ് വാൻ റീഡ് എന്ന് പറയുന്നത്. പിന്നെ ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനാണ് ഇതിന് വാൻ റീഡിനെ സഹായിച്ചത്. ഇട്ടി അച്യുതൻ, അദ്ദേഹത്തിന്റെ സ്വദേശം കടക്കരപ്പള്ളിയാണ്. ആലപ്പുഴ ജില്ലയിലെ കടക്കരപ്പള്ളിയാണ് ഇട്ടി അച്യുതന്റെ സ്വദേശം. പിന്നെ ഇതിനകത്തിൽ പങ്കാളികളായിട്ടുള്ളവരാണ് അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട്. ഇട്ടി അച്യുതൻ, അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട്. പിന്നെ മലയാള അക്ഷരങ്ങൾ പതിഞ്ഞ ഫസ്റ്റ് ബുക്കാണ് ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. ആരുടെയാണ്? ഡച്ചുകാരുടെയാണ്. മലയാള അക്ഷരങ്ങൾ പതിഞ്ഞ ഫസ്റ്റ് ബുക്കാണ്. മലയാളം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് മലയാളം ഇംഗ്ലീഷ് എന്ന ഭാഷയിലേക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് തർജ്ജമ ചെയ്തത് KS മണിലാലാണ്. കേരള യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് തർജ്ജമ ചെയ്തത്.
ഇതാ ചൂണ്ടപ്പന കണ്ടോ, ഇതാണ് ചൂണ്ടപ്പന. ഹോർത്തൂസ് മലബാറിക്കസിലെ ഒരു ചിത്രമാണിത്. പനവർഗത്തിൽപ്പെടുന്ന ഒരു വൃക്ഷമാണിത്. ഒറ്റത്തടിയായി വളരുന്ന ഈ മരത്തിന്റെ ഇലകളും തണ്ടുകളും ആനകൾക്ക് ഭക്ഷണമായി നൽകാറുണ്ട്. ആനപ്പന, ഒലട്ടി എന്നീ പേരുകളിലും അറിയപ്പെടാറുണ്ട്. ഇതാണ് നമ്മുടെ ടെക്സ്റ്റിനകത്തിലുണ്ട്. ഹോർത്തൂസ് മലബാറിക്കസിൽ വന്ന ഒരു ചിത്രമാണ് ഈ ചൂണ്ടപ്പന. അടുത്തതാണ് ഫ്രഞ്ചുകാർ. പക്ഷേ ഡച്ചിന് ശേഷം ബ്രിട്ടീഷുകാരാണ് വന്നത്, പിന്നീടാണ് ഫ്രഞ്ചുകാർ വന്നത്. ബ്രിട്ടീഷിനെ പറ്റി ഇച്ചിരി ഏറെ പഠിക്കാനുള്ളതുകൊണ്ട് ഫ്രഞ്ച് പഠിച്ചിട്ട് പിന്നെ ബ്രിട്ടീഷ് പഠിക്കാം. ഫ്രഞ്ചിനെ പറ്റി അത് ഓർക്കാനുള്ള കോഡാണ് PDBF. പിടി ബീഫ് എന്ന് ഓർത്താൽ മതി. പിടിക്ക് ബീഫ്, PDBF. P പോർച്ചുഗീസ്, D ഡച്ച്, B ബ്രിട്ടീഷ്, F ഫ്രഞ്ച്. അപ്പോൾ ലാസ്റ്റ് വന്നവരാണ് ഫ്രഞ്ച്. പക്ഷെ നമ്മൾ ഇപ്പം ഫ്രഞ്ചാണ് നോക്കാൻ പോകുന്നത്, ബ്രിട്ടീഷ് പിന്നെ നോക്കുന്നുള്ളൂ. PDBF. നമുക്ക് കർണാട്ടിക് യുദ്ധങ്ങളെ പറ്റി പറയുന്നുണ്ട്. കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യൻ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ആരൊക്കെ തമ്മിലാണ്? ബ്രിട്ടീഷും ഫ്രഞ്ചും തമ്മിൽ നടത്തിയ ദക്ഷിണേന്ത്യയിൽ സൗത്ത് ഇന്ത്യയിൽ ആധിപത്യത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷും ഫ്രഞ്ചും തമ്മിൽ നടത്തിയ യുദ്ധമാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. അതിൽ ജയിച്ചത് ബ്രിട്ടീഷുകാരാണ്, ഫ്രഞ്ചുകാർ തോറ്റുപോയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ട് ഫ്രഞ്ച് ആധിപത്യം പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായി. ഓക്കെ, കർണാട്ടിക് യുദ്ധങ്ങൾ ദക്ഷിണേന്ത്യയിൽ അഥവാ സൗത്ത് ഇന്ത്യയുടെ ആധിപത്യത്തിനായി ബ്രിട്ടീഷും ഫ്രഞ്ചും, അതാണ് ഇമ്പോർട്ടൻറ്റ്, ബ്രിട്ടീഷും ഫ്രഞ്ചും നടത്തിയതായിരുന്നു. അതിൽ ജയിച്ചത് ബ്രിട്ടീഷാണ് ജയിച്ചത്. ഇതിന്റെ ഫലമായിട്ട് ഫ്രഞ്ചിന്റെ ആധിപത്യം എവിടേക്ക് ഒതുങ്ങി? പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായി. നമ്മുടെ ടെക്സ്റ്റിൽ അതുപോലെ പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ, ഡച്ച് അധിനിവേശ പ്രദേശങ്ങൾ, ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പോർച്ചുഗീസിന്റെ കീഴിൽ വരുന്ന പ്രദേശങ്ങളായിരുന്നു കൊച്ചി, ഗോവ, ദാമൻ, ദിയു. ഡച്ചിന്റെ കീഴിൽ നാഗപട്ടണം, ചിൻസുര, അഹമ്മദാബാദ്, ബറോച്ച്. ഫ്രഞ്ചിന്റെ കീഴിൽ പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം എന്നീ പ്രദേശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്താണ് ബ്രിട്ടീഷിനെ പറ്റി പറയുമ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 സ്ഥാപിതമാകുന്നത്. ഈ കമ്പനിയുടെ പ്രതിനിധി വില്യം ഹോക്കിൻസ് ആയിരുന്നു. അപ്പം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ വ്യാപാരത്തെ പറ്റി നിയന്ത്രിക്കാൻ ബ്രിട്ടീഷിൽ സ്ഥാപിതമായ കമ്പനിയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അത് ഇന്ത്യയിലല്ല. അത് ഇന്ത്യയിലല്ല, അത് ഇംഗ്ലണ്ടിലാണ്. അത് അവരായിരുന്നു നമ്മുടെ ഇന്ത്യയിലെ രാഷ്ട്രീയ കാര്യങ്ങളിലും വ്യാപാര കാര്യങ്ങളിലും പിന്നീട് ഇടപെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമാകുന്നത് 1600 കമ്പനിയുടെ പ്രതിനിധി ആരാണ്? വില്യം ഹോക്കിൻസ് അന്നത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ജഹാംഗീറിൽ നിന്നും ഒരു അനുമതി നേടി. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സൂററ്റിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുമതിയായിരുന്നു. ഓക്കെ, അങ്ങനെ അനുമതി കിട്ടി. സൂററ്റിൽ ഫസ്റ്റ് ഫാക്ടറി സ്ഥാപിച്ചു. ശേഷം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഫാക്ടറികൾ സ്ഥാപിക്കാൻ തുടങ്ങി. മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്നീ പ്രദേശങ്ങളിൽ ആധിപത്യം നേടിക്കൊണ്ട് കമ്പനി അവിടങ്ങളിൽ ഭരണത്തിൽ ഇടപെടാൻ തുടങ്ങി. മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്നീ പ്രദേശങ്ങളിലും അവരുടെ ഫാക്ടറി ഉണ്ടായിരുന്നു. പയ്യെ അവിടുത്തെ ഭരണകാര്യങ്ങളിലും ഇടപെടാൻ കമ്പനി തുടങ്ങി. നമ്മൾ പറഞ്ഞു ഈ മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്നീ പ്രദേശങ്ങളിൽ ആധിപത്യം നേടിക്കൊണ്ട് കമ്പനി അവിടങ്ങളിലെ ഭരണത്തിൽ ഇടപെടാൻ തുടങ്ങിയെന്ന്. പക്ഷേ എങ്ങനെയാണ് അവിടുത്തെ ആധിപത്യം നേടിയെന്ന് നമുക്കറിയുന്നത്? അത് 1639 മദ്രാസിലെ പ്രാദേശിക രാജാവായ ധർമ്മല വെങ്കടാദ്രി നായകയിൽ നിന്നും ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകി. അപ്പോൾ എന്താണ്? മദ്രാസിലെ പ്രാദേശിക രാജാവായ ധർമ്മല വെങ്കടാദ്രി നായക ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആണ് പിന്നീട് മദ്രാസ് ബ്രിട്ടീഷുകാരുടെ അധീനതയിലാകുന്നത്. അതുപോലെ തന്നെ 1662 പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് രണ്ടാമൻ വിവാഹം ചെയ്തപ്പോൾ ഉപഹാരമായി ബോംബെ നൽകി. പിന്നീട് ഈ ബോംബെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുക്കുകയായിരുന്നു. പോർച്ചുഗീസിലെ രാജകുമാരിയായ കാതറിനെ ബ്രിട്ടീഷിലെ രാജാവായ ചാൾസ് രണ്ടാമൻ കല്യാണം കഴിച്ചു. പോർച്ചുഗീസിലെ പെണ്ണിനെ ബ്രിട്ടീഷുകാരൻ കല്യാണം കഴിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ സ്ത്രീധനമായിട്ടൊരു പോർഷൻ സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പോർഷൻ സ്ഥലം പിന്നീട് എന്തോ ചെയ്തു? ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അങ്ങ് കൊടുത്തു. ആ സ്ഥലമായിരുന്നു ബോംബെ. 1662 അടുത്തതാണ് പ്ലാസി യുദ്ധം. 1757 പ്ലാസി യുദ്ധം നടക്കുന്നത്. നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ് ദൗളയെ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൈന്യം പരാജയപ്പെടുത്തി. അപ്പോൾ ആരൊക്കെ തമ്മിലാണ്? സിറാജുദ് ദൗളയും റോബർട്ട് ക്ലൈവുമായിരുന്നു. റോബർട്ട് ക്ലൈവ് നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയും സിറാജുദ് ദൗള ബംഗാളിന്റെ നവാബുമായിരുന്നു. അപ്പം ആര് ജയിച്ചു? റോബർട്ട് ക്ലൈവ് ജയിച്ചു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ബംഗാളിന്റെ ഭരണം ആര് പിടിച്ചെടുത്തു? ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുത്തു. ഇതാണ് ബക്സർ യുദ്ധം നടക്കുന്നത് 1764 പ്ലാസി യുദ്ധം 1757 ബക്സർ യുദ്ധം നടക്കുന്നത് 1764 ഇത് ഷാ ആലം രണ്ടാമൻ, അന്നത്തെ മുഗൾ ചക്രവർത്തിയായിരുന്നു ഷാ ആലം രണ്ടാമൻ. അവധിലെ നവാബായിരുന്നു ഷുജാ ഉദ് ദൗള. ബംഗാളിലെ നവാബായിരുന്നു മിർ കാസിം.
ഇവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ ഈ യുദ്ധത്തിലൂടെ പരാജയപ്പെടുത്തിയിരുന്നത്. ബക്സർ യുദ്ധം 1764 ഷാ ആലം രണ്ടാമനായിരുന്നു മുഗൾ ചക്രവർത്തി. അവധിലെ നവാബ് ഷുജാഉദ്ദൗളയും ബംഗാളിലെ നവാബ് മിർ ഖാസിം ഇവരുടെ മൂന്നുപേരുടെയുമായിട്ടുള്ള സൈന്യത്തെയായിരുന്നു നമ്മുടെ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയത്. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം പ്ലാസി യുദ്ധമാണെങ്കിൽ അവരുടെ അടിത്തറ ഉറപ്പിച്ച യുദ്ധമായിരുന്നു ബക്സർ യുദ്ധം. അങ്ങനെ ഈ ബക്സർ യുദ്ധത്തോടെ ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനിക്ക് സ്വന്തമായി. ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനിക്ക് സ്വന്തമായി. എനിക്ക് 2000 പട്ടാളക്കാരെ തരൂ, ഞാൻ ഇന്ത്യ പിടിച്ചടക്കാം എന്ന് പറഞ്ഞ റോബർട്ട് ക്ലൈവ് ആണ്. നമ്മുടെ SCERT ടെക്സ്റ്റിൽ മാർക്ക് ചെയ്തേക്കുന്ന ഒരു ലൈനാണിത്. എനിക്ക് 2000 പട്ടാളക്കാരെ തരൂ, ഞാൻ ഇന്ത്യ പിടിച്ചടക്കാം. ഇത് പറഞ്ഞതാണ് റോബർട്ട് ക്ലൈവ് ആണ്. അടുത്താണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ. ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും, പേരിന് അതിലെ പോലെ തന്നെ മൈസൂരും ആംഗ്ലോ, അപ്പം നമ്മുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ്. യുദ്ധങ്ങൾ എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ 4 യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതിനാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഹൈദരാലിയും ഹൈദരാലിയുടെ മകനായ ടിപ്പു സുൽത്താനുമാണ് മൈസൂരിന് വേണ്ടിയിട്ട് യുദ്ധം നടത്തിയത്. 4 തവണ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1782 ഈ ഹൈദരാലി മരണപ്പെടുകയാണ്. 1782 ശേഷം ടിപ്പു സുൽത്താനാണ് സേനയെ നയിച്ചത്. അങ്ങനെ 1799 4ാം മൈസൂർ യുദ്ധത്തിൽ, ലാസ്റ്റാണ്, 4 തവണയാണ് ഏറ്റുമുട്ടിയത്. അല്ലെങ്കിൽ 4ാമത്തെ യുദ്ധത്തിൽ ടിപ്പു വധിക്കപ്പെട്ടു. അങ്ങനെ മൈസൂർ ബ്രിട്ടീഷിന്റെ അധീനതയിലായി. അടുത്താണ് ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ. ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖും തമ്മിൽ നടന്ന യുദ്ധമാണ്. അതിലും ജയിച്ചത് സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തന്നെയാണ് ജയിച്ചത്. അങ്ങനെ ആംഗ്ലോ സിഖ് യുദ്ധം കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? പഞ്ചാബ് ബ്രിട്ടീഷിന്റെ അധീനതയിലായി. ാണ് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ. ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പറയുന്ന പോലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യങ്ങളും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ. അതിൽ 3ാം ആംഗ്ലോ മറാത്ത യുദ്ധത്തോടെ മറാത്ത ഉൾപ്പെടെയുള്ള പ്രദേശം ബ്രിട്ടീഷിന്റെ നിയന്ത്രണത്തിലായി. അപ്പോൾ 3 വട്ടമുള്ളത് മറാത്ത യുദ്ധവും 4 വട്ടമുള്ളത് നമ്മുടെ ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളുമാണ്. ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങളെ പറ്റി നോക്കാം. ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങളെ പറ്റി പറയുമ്പോൾ ഒരു ടൈപ്പ് നികുതിയായിരുന്നു ശാശ്വത ഭൂനികുതി. 1793 ഓർക്കണം, 1793 ശാശ്വത ഭൂനികുതി. അത് ബംഗാൾ, ബീഹാർ, ഒറീസ ഒറീസ എന്ന് പറയുന്ന പ്രദേശങ്ങളിലാണ് നടന്നിരുന്നത്. നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭുവാണ്. അപ്പം ശാശ്വത ഭൂനികുതി എന്ന് പറയുമ്പോൾ നമുക്ക് ഓർക്കാം, നമ്മൾ കോൺവാലിസ്, കോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ചോളം കൃഷി ചെയ്യുന്നത് നമ്മൾ ഭൂമിയിലല്ലേ. അപ്പം ശാശ്വത ഭൂനികുതി ശാശ്വത ഭൂനികുതി 1793 കോൺവാലിസ് പ്രഭുവാണ്. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നുള്ള പ്രദേശമാണ്. റയട്ട് വാരി പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1890 വർഷം കാണാൻ പഠിക്കുന്നത്. റയട്ട് വാരി 1890 അത് ദക്ഷിണേന്ത്യയിലും ഡക്കാനിലാണ്. റയട്ട് വാരി റയട്ട് വാരി റീഡ് മൺട്രോ. റയട്ട് വാരി നടപ്പിലാക്കിയത് മൺട്രോ, റീഡ്. അതുപോലെ തന്നെ നടപ്പിലാക്കിയ പ്രദേശം ദക്ഷിണേന്ത്യയിലും ഡക്കാനിലുമാണ്. ഇത് സായല്ല, ഇത് ഡായാണ്, ഡക്കാനാണ്. ഓക്കെ. അതുപോലെ പിന്നെ മഹൽവാരി മെക്കൻസി നടപ്പിലാക്കിയ ആൾക്കാരെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഈ ഭൂനികുതി മാത്രം, ഭൂമിയിലാണ് നമ്മൾ കോണ് കൃഷി ചെയ്യുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഭൂനികുതി കോൺവാലിസ് കിട്ടും. പിന്നെ റയട്ട് വാരിയിലെ റായും, മൺട്രോയിലും ഉണ്ട് റാ, റീഡിലും ഉണ്ട് റാ. മഹൽവാരിയിലെ മക്കൻസിയിലും ഉണ്ട് മഹൽവാരി 1822 ഉത്തരേന്ത്യയിലും മധ്യേന്ത്യയിലും പഞ്ചാബിലുമാണ് നടപ്പിലാക്കിയത്. അപ്പോൾ ശാശ്വത ഭൂനികുതി 1793, റൈറ്റ് വാരി 1890, മഹൽവാരി 1822. നികുതി വ്യവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ പൊതു സവിശേഷതകൾ എന്ന് പറയുമ്പോൾ അതിൽ ഉയർന്ന നികുതിയാണ്, ഭയങ്കര ടാക്സ് ആയിരുന്നു, നിർബന്ധിത നികുതിയാണ്, കർഷകരിൽ നിന്നും നേരിട്ടുള്ള നികുതി പിരിവ്, നികുതി നൽകാതിരുന്നാൽ കൃഷിഭൂമി പിടിച്ചെടുക്കൽ, ഇങ്ങനെയുള്ള ഒരുപാട് സവിശേഷതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ നികുതി സമ്പ്രദായത്തിനുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങൾ കർഷകരെ ബാധിക്കാനിടയായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ നികുതി സമ്പ്രദായത്തിന്റെ ഫലമായി കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഒരുപാട് ആൾക്കാരിൽ നിന്നും ഈ കർഷകർ എന്ത് ചെയ്യും, പലിശയ്ക്ക് അങ്ങനെയുള്ള രീതിക്ക് പൈസ കടം വാങ്ങും. അതുമൂലം കർഷകർ കടക്കെണിയിലായി. ഇവരുടെ ഭൂമി പിടിച്ചെടുക്കാനുള്ള അധികാരം പണമിടപാടുകാർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭക്ഷ്യവിളകൾക്ക് പകരം ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ നീലം, പരുത്തി തുടങ്ങിയ നാണ്യവിളകൾ കൃഷി ചെയ്യാൻ ബ്രിട്ടീഷുകാർ കർഷകരെ നിർബന്ധിച്ചു. ഇങ്ങനെ നാണ്യവിളകളുടെ വ്യാപനം ഭക്ഷ്യവിളകൾ കുറയുന്നതിനും ഭക്ഷ്യക്ഷാമത്തിനും കാരണമാവുകയും ചെയ്തു. കാർഷിക മേഖലയിൽ വർദ്ധിച്ചു വന്ന ഈ വാണിജ്യവൽക്കരണം കർഷകരെ ചൂഷണം ചെയ്യാൻ പണമിടപാടുകാരെ സഹായിച്ചു. വിളവെടുത്തു കഴിഞ്ഞാൽ കർഷകർ കിട്ടുന്ന വിലയ്ക്ക് കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കേണ്ടി വന്നതായിരുന്നു. പറഞ്ഞു വരുമ്പം കർഷകർക്ക് കൃഷിയിൽ നിന്നും ലാഭം കിട്ടാതെ ഫുൾ നഷ്ടത്തിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങൾ കർഷകരെ എങ്ങനെയെല്ലാം ബാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉയർന്ന നിരക്കിലുള്ള നികുതി അടയ്ക്കാൻ കർഷകർ ബുദ്ധിമുട്ടി. വെള്ളപ്പൊക്കമോ വരൾച്ചയോ മൂലം കൃഷിനാശം സംഭവിച്ചാലും നികുതി ഇളവ് ലഭിച്ചില്ല. കർഷകർക്ക് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വന്നു. കടക്കെണിയിൽപ്പെട്ട കർഷകർക്ക് ഭൂമി നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വേറെ പ്രത്യേകം പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്കൊന്ന് ചിന്തിച്ചാൽ കിട്ടുന്ന, ലോജിക്കലായിട്ടൊന്ന് തിങ്ക് ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങളാണ്. ബ്രിട്ടീഷുകാരുടെ ആ ഒരു നയങ്ങൾ എങ്ങനെ ഇന്ത്യൻ കർഷകരെ ബാധിച്ചു എന്ന് നമുക്കൊന്ന് അത്യാവശ്യം അതൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഒരു ലോജിക്കൽ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിൽ പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആ ഒരു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റയട്ട് വാരി, മഹൽവാരി, അത് നടപ്പിലാക്കിയ വ്യക്തികളും നടപ്പിലാക്കിയ പ്രദേശങ്ങളും ആ വർഷങ്ങളും, അത് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. അതാണ് സന്യാസി ഫക്കീർ കലാപം. സന്യാസി ഫക്കീർ കലാപം എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ പ്രതികൂലമായി ബാധിച്ചു.
ബംഗാളിലെ ക്ഷാമം പരിഹരിക്കാൻ ബ്രിട്ടീഷ് ശ്രമിച്ചില്ല. ദരിദ്രരായ കർഷകർ ബ്രിട്ടീഷിനെതിരെ പോരാടി. കർഷക കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണ ലഭിച്ചു. സന്യാസിമാരോടൊപ്പം ഫക്കീർമാരും അണിചേർന്നു. ഓക്കെ, അപ്പം ഈ സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത് ഭവാനി പതക്കും മജ്നു ഷായുമാണ്. ആരൊക്കെയാണ്? ഭവാനി പതക്കും മജ്നു ഷായുമാണ് സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത്. എന്താ അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷിന് അതിൽ നമ്മൾ പറഞ്ഞു കുറേ സാമ്പത്തിക നയങ്ങൾ പറഞ്ഞു, അത് ഇന്ത്യയെ ഒരുപാട് നെഗറ്റീവായിട്ടാണ് ബാധിച്ചത്. അങ്ങനെ ബംഗാളിലെ കർഷകരുടെ ക്ഷാമം പരിഹരിക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചില്ല. അങ്ങനെ ആ ബംഗാളിലെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ എന്തായി, അവർ പോരാടി. അങ്ങനെ പോരാടിയ സമയത്ത് സന്യാസിമാരും കർഷകരോടൊപ്പം ചേർന്നു. ഈ സന്യാസിമാരുടെ കൂടെ തന്നെ ഫക്കീറും കർഷകർക്ക് വേണ്ടിയിട്ട് രംഗത്ത് വന്നു. അതിനെയാണ് സന്യാസി ഫക്കീർ കലാപം എന്ന് പറയുന്നത്. നമുക്ക് ആനന്ദമഠത്തെ പറ്റി പഠിക്കാനുണ്ട്. ആനന്ദമഠം എന്ന് പറയുമ്പോൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന ബംഗാളി ഭാഷയിൽ എഴുതിയ നോവലിൽ അന്നത്തെ ബംഗാളിലെ ജനങ്ങളുടെ ദുരിതത്തെക്കുറിച്ചും ഇതിനിടയാക്കിയ സാഹചര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. 1882 ആനന്ദമഠം രചിച്ചത്. ഓക്കെ, 1882 ആനന്ദമഠം രചിച്ചത്. അതിലെ പ്രധാന കഥാപാത്രം, ഇതൊരു നോവലാണ്, ആനന്ദമഠം എന്നൊരു നോവലാണ്. നോവലിലെ പ്രധാന കഥാപാത്രമാണ് ഭവാനന്ദൻ. അപ്പോൾ 1882 ആനന്ദമഠം നോവൽ ഭവാനന്ദൻ, 1882 ആനന്ദമഠം ഭവാനന്ദൻ, 1882 ആനന്ദമഠം ഭവാനന്ദൻ. അടുത്തത് ബംഗാളിലെ നീലം കർഷക കലാപമാണ്. ബംഗാളിലെ നീലം കർഷക കലാപം നടക്കുന്നത് 1859 1859 ബംഗാൾ നീലം കർഷക കലാപം നടക്കുന്നത്. അതിന്റെ നേതൃത്വം നൽകിയത് ദിഗംബർ ബിശ്വാസും വിഷ്ണു ബിശ്വാസുമാണ്. 2 ബിശ്വാസാണ് നേതൃത്വം നൽകിയത്. ബംഗാളിലുണ്ട് ബിശ്വാസ് ബംഗാൾ നീലം കർഷക കലാപത്തിന് ദിഗംബർ ബിശ്വാസും വിഷ്ണു ബിശ്വാസുമാണ് നേതൃത്വം നൽകിയത്. 1860 ഈ ബംഗാൾ നീലം കർഷക കലാപത്തെ ആസ്പദമാക്കി ദീനബന്ധു മിത്ര നീലദർപ്പൺ എന്നുള്ളൊരു നാടകം രചിച്ചു. അടുത്താണ് സാന്താൾ കലാപം. 18-ാം നൂറ്റാണ്ടിൽ രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറിയ ഗോത്രവിഭാഗമാണ് മാണിവർ. SCRT ഫാക്റ്റാണ് ഇത്. റീസെന്റ് ആയിട്ട് ഒരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ആണ്. 18-ാം നൂറ്റാണ്ടിൽ രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറിയ ഗോത്രവിഭാഗമാണ് മാണിവർ. ഈ സാന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്തത് സിദോവും കാൻഹു എന്ന് പറയുന്ന രണ്ടുപേരാണ്. സാന്താൾ കലാപത്തിന് സിദോവും കാൻഹുവുമാണ് നേതൃത്വം നൽകിയത്. ഇവരെ രണ്ടുപേരെയും ബ്രിട്ടീഷുകാർ പിന്നീട് വധിച്ചു. ബിപിൻ ചന്ദ്രയുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന കൃതിയിൽ സാന്താൾ കലാപത്തെ വിവരിക്കുന്നുണ്ട്. ഓക്കെ, അതൊരു ഫാക്റ്റാണ്. നമുക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ബിപിൻ ചന്ദ്രയുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന കൃതി ആരാണ് രചിച്ചതെന്ന് ചോദിച്ചാൽ ബിപിൻ ചന്ദ്രയാണ്. ഇതിൽ പ്രതിപാദിക്കുന്ന കലാപം ഏതാണെന്ന് ചോദിച്ചാൽ സാന്താൾ കലാപമാണ്. അടുത്തത് ഉൽഗുലാൻ മൂവ്മെന്റ് ആണ്. ഉൽഗുലാൻ മൂവ്മെന്റിനെ മുണ്ട കലാപം എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ ഉൽഗുലാൻ എന്നതിന്റെ അർത്ഥം വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ്. ഈ ഉൽഗുലാൻ മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് ബിർസ മുണ്ടയാണ്. അപ്പം മുണ്ട കലാപം എന്നറിയപ്പെടുന്ന ഉൽഗുലാൻ മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് ബിർസ മുണ്ടയാണ്. 1899 വർഷം 1899 മുണ്ട വിഭാഗം ബ്രിട്ടീഷിനെതിരെ ഒരു കലാപം നടത്തി. അങ്ങനെ റാഞ്ചിയിൽ ഒരു വെടിവെപ്പ് നടന്നു. അവിടെ ബിർസ മുണ്ട തടവിലാവുകയും ഒരുപാട് ഗോത്രവിഭാഗക്കാർ, നമ്മുടെ ഈ മുണ്ട ഗോത്രവിഭാഗക്കാർ വധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ശേഷം ബിർസ മുണ്ട തടവിലായി. ആ തടവറയിൽ വെച്ച് തന്നെ ഈ ബിർസ മുണ്ട മരണമടയുകയായിരുന്നു. ഇതാണ് ഉൽഗുലാൻ. നമ്മുടെ ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസ് അഥവാ ഗോത്ര അഭിമാന ദിനം ആയി ആചരിക്കുന്നു. 2021 മുതലാണ് ഇന്ത്യയിൽ ഇത് ആചരിക്കാൻ തുടങ്ങിയത്. നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസ് അഥവാ ഗോത്രാഭിമാന ദിനം. ഓക്കെ, ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്രജനതയുടെ നേതാവാണ് ബിർസ മുണ്ട. ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്രജനതയുടെ നേതാവ് ആരാണ്? ബിർസ മുണ്ടയാണ്. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സേ പെഹ്ലെ ഗാന്ധി. ഇക്ബാൽ ദുറാനിയുടെ കൃതിയാണ് ഗാന്ധി സേ പെഹ്ലെ ഗാന്ധി. ബിർസ മുണ്ടയാണ് കേന്ദ്ര കഥാപാത്രമാക്കിയിട്ടുള്ള. ഇക്ബാൽ ദുറാനിയുടെയാണ് ഗാന്ധി സേ പെഹ്ലെ ഗാന്ധി. ഓക്കെ, ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേതാദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ. അപ്പം ഇക്ബാൽ ദുറാനിയുടെയാണ് ഗാന്ധി സേ പെഹ്ലെ ഗാന്ധിയും മഹാശ്വേതാദേവിയുടെ കൃതിയാണ് ആരണ്യർ അധികാർ. പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള 1-2 കലാപങ്ങളൂടെ ഉണ്ട്. അതിലൊന്നാണ് പോളിഗർ കലാപം. പോളിഗർ കലാപത്തിന് നേതൃത്വം നൽകിയത് കട്ടബൊമ്മനും മരുത് പാണ്ഡ്യ സഹോദരന്മാരുമാണ്. നേതൃത്വം കൊടുത്തത് കട്ടബൊമ്മൻ, മരുത് പാണ്ഡ്യ സഹോദരന്മാരാണ്. അടുത്തത് വെല്ലൂർ കലാപം. അത് 1806 നടക്കുന്നത്. ബ്രിട്ടീഷിനെതിരെ ഇന്ത്യയിൽ നടന്ന ഫസ്റ്റ് സൈനിക കലാപമാണ് വെല്ലൂർ കലാപം. ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ബ്രിട്ടീഷിനെതിരെ ഇന്ത്യയിൽ നടന്ന ഫസ്റ്റ് സൈനിക കലാപം വെല്ലൂർ കലാപമാണ്. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. ബ്രിട്ടീഷ് സൈന്യത്തിലുണ്ടായിരുന്ന ഇന്ത്യക്കാരാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. ഇത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ്. EEIC ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷത്തിൽ വരുത്തിയ മാറ്റങ്ങളാണ് ഈ വെല്ലൂർ കലാപം നടക്കാനുള്ള കാരണം. അടുത്തത് ആറ്റിങ്ങൽ കലാപം. 1721 ഇന്ത്യയിൽ ബ്രിട്ടീഷിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഗിഫോർഡിനെയും 140ഓളം വരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെയും കലാപകാരികൾ വധിച്ചു. അപ്പോൾ ചോദിക്കാം, ആറ്റിങ്ങൽ കലാപത്തിലൂടെ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗിഫോർഡാണ്. അടുത്തത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്.
ഇവിടെ 1857 കലാപത്തിനുള്ള കാരണങ്ങൾ ചോദിച്ചാൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ കലാപത്തിന് കാരണമായി. അങ്ങനെയുള്ള രണ്ട് ബ്രിട്ടീഷ് നയങ്ങളായിരുന്നു സൈനിക സഹായ വ്യവസ്ഥയും ദത്താവകാശ നിരോധന നിയമവും. സൈനിക സഹായ വ്യവസ്ഥയും ദത്താവകാശ നിരോധന നിയമവും. സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് നമ്മുടെ വെല്ലസ്ലി പ്രഭുവാണ്. സൈനിക സഹായ വ്യവസ്ഥ വെല്ലസ്ലി പ്രഭുവാണ്. നമുക്ക് ഓർക്കാം, വല്ലപ്പോഴും ഒന്ന് സൈനികരെ കൂടി സഹായിക്കൂ എന്നുള്ള രീതിയിൽ വല്ലപ്പോഴും എന്നൊക്കെ പറയത്തില്ല, അതുപോലെ വല്ലപ്പോഴും സൈനികരെ സഹായിക്കൂ, വെല്ലസ്ലി ആണ് സൈനിക സഹായ വ്യവസ്ഥ. ഓക്കെ, അടുത്തത് ദത്താവകാശ നിരോധന നിയമമാണ്. ദത്താവകാശ നിരോധന നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്ന് പറയും. അത് 1848 ഡൽഹൌസി പ്രഭുവാണ് ഈ ഒരു നിയമം കൊണ്ടുവരുന്നത്. എന്ന് വെച്ചാൽ ഒരു രാജ്യത്ത് അനന്തരാവകാശി അഥവാ ഒരു ആൺകുട്ടി ജനിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ രാജ്യത്തിലുള്ള രാജാവിന് ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാനുള്ള അവകാശം നിർത്തിയിട്ട് ആ ഒരു രാജ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനി അങ്ങ് ഏറ്റെടുക്കുന്ന സമ്പ്രദായമായിരുന്നു ദത്താവകാശ നിരോധന നിയമം. അങ്ങനെ അവർ പിടിച്ചെടുത്ത ഫസ്റ്റ് രാജ്യമാണ് സത്താറ. സത്താറയിൽ ആൺകുട്ടി ജനിക്കാതിരുന്നപ്പം അവിടുത്തെ രാജാവിന് പിന്നീട് ഒരു കുട്ടിയെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്ന അസംതൃപ്തിയായിരുന്നു 1857 കലാപത്തിന്റെ മറ്റൊരു കാരണം. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് പടയാളികളുടെ അത്ര തന്നെ സമർത്ഥരായിരുന്നു ഇന്ത്യൻ സൈനികർ. പക്ഷേ ആ ഇന്ത്യൻ സൈനികർക്ക് മോശം ഭക്ഷണവും താമസ സൗകര്യവുമായിരുന്നു നൽകിയിരുന്നത്. അങ്ങനെ അതൃപ്തി നിറഞ്ഞ ഈ സാഹചര്യത്തിലാണ് കമ്പനി പുതിയ തരം ഒരു തോക്ക്, എൻഫീൽഡ് തോക്ക് സൈനികർക്ക് വിതരണം ചെയ്തത്. അതിന്റെ വെടിയുണ്ടകൾക്ക് ഗ്രീസ് പുരട്ടിയ ഒരു കടലാസ് കവർ ഉണ്ടായിരുന്നു. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് മുമ്പ് ഈ കവർ കടിച്ചു കീറണമായിരുന്നു. കവറിൽ പുരട്ടിയിരുന്നത് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്നുണ്ടാക്കിയ ഒരുതരം ഗ്രീസ് ആയിരുന്നു എന്ന പ്രചരണം സൈനികർക്കിടയിലുണ്ടായി. ഇത് അവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തി. ഇതിനെതിരെ ആദ്യമായി പ്രതിഷേധിച്ചത് ബരക്പൂരിലെ സൈനികനായിരുന്ന മംഗൾ പാണ്ഡെയായിരുന്നു. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് നിർബന്ധിച്ച ബ്രിട്ടീഷ് സൈനികനെ ആക്രമിച്ചതിന് മംഗൾ പാണ്ഡെയെ 1857 ഏപ്രിൽ 8 ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. അങ്ങനെ 1857 കലാപം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു. അപ്പം 1857 ഏപ്രിൽ 8 ബ്രിട്ടീഷുകാർ മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റി. ഈ മംഗൾ പാണ്ഡെയാണ് 1857 കലാപത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത്. അങ്ങനെ മംഗൾ പാണ്ഡെയുടെ വധത്തെ തുടർന്ന് സംഘടിച്ച ഇന്ത്യക്കാരായ സൈനികർ ഡൽഹിയിലെത്തി മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. അന്നത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയിലെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. സൈനികരെ കൂടാതെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും കർഷകരും മറ്റു ജനവിഭാഗങ്ങളും ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും കലാപത്തിൽ പങ്കെടുത്തു. അങ്ങനെ നോക്കുമ്പം കലാപം നടന്ന സ്ഥലം, കലാപത്തിന് നേതൃത്വം നൽകിയവർ, സവിശേഷതകൾ ഇത് നമ്മൾ പഠിക്കണം. ഈ കലാപം നടന്ന സ്ഥലവും കലാപത്തിന് നേതൃത്വം നൽകിയത് നമ്മൾ പഠിക്കണം. കലാപം നടന്ന സ്ഥലം ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത് ഖാനുമാണ്. ഝാൻസിയിൽ റാണി ലക്ഷ്മിഭായി അഥവാ ഝാൻസി റാണി. കാൺപൂരിൽ നാനാ സാഹിബ് താന്ത്യോത്തോപ്പിയുമാണ് കാൺപൂരിൽ. ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ. ബീഹാറിലെ ആറായിൽ കൻവർ സിംഗ് ആണ്. കലാപത്തിന് കുറേ പരിമിതികളുണ്ടായിരുന്നു. 1857 കലാപത്തിന്റെ പരിമിതികൾ എന്ന് പറഞ്ഞാൽ കലാപം ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായി ഒതുങ്ങി. കലാപത്തിന് സംഘടിത നേതൃത്വം ഉണ്ടായിരുന്നില്ല. കലാപകാരികളെക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘാടന മികവും കമ്പനി സൈന്യത്തിനുണ്ടായിരുന്നു. ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തെ അനുകൂലിച്ചില്ല. നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ ഒരു വിഭാഗം കലാപത്തിൽ നിന്നും ഈ 1857 കലാപത്തിന്റെ അനന്തരഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവസാനമായിരുന്നു ഈ 1857 കലാപം കൊണ്ടുണ്ടായത്. അതിനുശേഷം ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ഗവർണർ ജനറൽ എന്നതിന് പകരം വൈസ്രോയ് എന്ന പദവി നിലവിൽ വന്നു. ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി. 1857 കലാപം പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ട ചലച്ചിത്രങ്ങളാണ് മോഹൻ സിൻഹയുടെ 1857, കേതൻ മേത്ത സംവിധാനം ചെയ്ത മംഗൾ പാണ്ഡെ ദ റൈസിംഗ്, ക്രിഷ് ജഗർലമുഡിയുടെ മണികർണിക ദ ക്യൂൻ ഓഫ് ഝാൻസി. അതുപോലെ 1857 കലാപത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നോവലാണ് മഹാശ്വേത ദേവിയുടെ ഝാൻസി റാണിയും മലയാറ്റൂർ രാമകൃഷ്ണന്റെ അമൃതം തേടി എന്നുള്ളതും. ഇതോടെ നമ്മൾ ഈ ഒരു ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്നുള്ള 8ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററായ അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്നുള്ളൊരു ചാപ്റ്റർ നമ്മൾ പഠിച്ച് തീർന്നിരിക്കുകയാണ്. ഇത് ഒരു വട്ടം കൂടെ കണ്ടു കഴിഞ്ഞാൽ ഒരു റിവിഷനും കൂടെ ആകും. ഒരു 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഒരു വട്ടം കൂടെ കണ്ടു കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു 3ാമത്തെ റിവിഷനും കൂടെ ആകും. അപ്പോഴത്തേക്കിന് ഇതങ്ങ് സെറ്റ് ആയിക്കോളും. SCRT ഇതിൽ കൂടുതൽ ഇനിയൊന്നും പഠിക്കേണ്ട. ഇത് ഞാൻ രണ്ട് റാങ്ക് ഫയൽ റെഫർ ചെയ്തിട്ട് തയ്യാറാക്കിയ നോട്ട്സും അതിൻ്റെ കൂടെ തന്നെ റാങ്ക് ഫയലിൻ്റെ പല പോർഷൻസും ഞാൻ കാണിച്ചിട്ടുണ്ട്.